ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പവർ സപ്ലൈയെ പറ്റിയുള്ളൊരു വീഡിയോയാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവർ സപ്ലൈ ജസ്റ്റ് കത്തിപ്പോയി. നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആൻടെക്കിൻ്റെ 650 വാട്ട്സിൻ്റെ ഒരു SMPS ആണ്. അപ്പോൾ നമ്മൾ 3 വർഷത്തെ വാറണ്ടി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു SMPS ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വാറണ്ടി കഴിയുകയും അപ്പോൾ തന്നെ അത് ജസ്റ്റ് ആ വാറണ്ടി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കത്തിപ്പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു SMPS വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മുടെ സിസ്റ്റത്തിന് കോൺഫിഗറേഷൻ എല്ലാം വെച്ചിട്ട് ഏകദേശം ഒരു 550 മേളിലെങ്കിലും 550 അതിന് മേളിലോട്ടുള്ള ഒരു വാട്ട്സ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു SMPS വാങ്ങിച്ചു. അത് കൂളർ മാസ്റ്ററിൻ്റെ 650 വാട്ട്സിൻ്റെ ഒരു കൂളർ മാസ്റ്ററാണ്. അതെടുത്തത് കോട്ടയത്ത് ഓസോൺ എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ ഓൺലൈൻ എടുക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ച് വില വ്യത്യാസത്തിൽ നമുക്ക് അവർ തന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ ആ ഒരു SMPS നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന SMPS എന്ന് പറയുന്നത് ആൻടെക്കിൻ്റെയാണ്. ഇതാണ് ആൻടെക്കിൻ്റെ SMPS ആണിത്. ആൻടെക്കിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന SMPS ആണ്. ജസ്റ്റ് ഡാമേജ് വന്നപ്പോൾ 650 വാട്ട്സിൻ്റെ SMPS ആണ്. അപ്പോൾ അത് 3 വർഷത്തെ വാറണ്ടിയാണ്. ആ വാറണ്ടി കഴിഞ്ഞ ഉടനെ തന്നെ അത് ഡാമേജ് ആവുകയും നമ്മൾ പുതിയൊരു SMPS, നമുക്ക് 650 വാട്ട്സിൻ്റെ ഒരു SMPS വേണം. അപ്പോൾ നമുക്ക് 550 വാട്ട്സിൻ്റെ ഒരു SMPS നമ്മൾ എടുത്തു. അത് കൂളർ മാസ്റ്ററിൻ്റെ SMPS ആണ്. SMPS നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് വില അവർ കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ഏകദേശം നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല, 6500 രൂപയോളം വില വരുന്ന ഒരു SMPS ആണ് ഇതിൻ്റെ ബ്രോൺസ്. അപ്പോൾ നമുക്ക് അത് ടാക്സും എല്ലാം കഴിഞ്ഞിട്ട് 5500 രൂപയ്ക്ക് ഏകദേശം ഒരു 1000 രൂപ വ്യത്യാസത്തിലാണ് നമുക്ക് അവർ തന്നത്. പിന്നെ നമുക്ക് ഏകദേശം 5 വർഷത്തോളം വാറണ്ടി അവർ തരുന്നുണ്ട്. നമ്മുടെ ആൻടെക്കിൻ്റെ പവർ സപ്ലൈ 3 വർഷത്തെ വാറണ്ടി ആയിരുന്നു. ആ വാറണ്ടി കഴിഞ്ഞ് അപ്പോൾ തന്നെ ആ ഒരു പവർ സപ്ലൈ കത്തിപ്പോവുകയും അതുകൊണ്ട് നമ്മൾ വാറണ്ടി ഇച്ചിരി കൂടിയ കൂളർ മാസ്റ്ററിൻ്റെ ഒരു പവർ സപ്ലൈ നമ്മൾ എടുത്തത്. പിന്നെ ഇത് 80+ ബ്രോൺസിൻ്റെ റേറ്റിംഗ് ഉള്ള ഒരു SMPS ആണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പവർ കോഡ് ഇത് ഇതാണ് നമ്മുടെ പുതിയ കൂളർ മാസ്റ്ററിൻ്റെ പവർ സപ്ലൈ. നമ്മുടെ നേരത്തെ പവർ സപ്ലൈ ആൻടെക്കിൻ്റെ 650 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആയിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് ഏകദേശം കളർ, ഇതിൻ്റെ വയറിൻ്റെ കളറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കളറുകൾ നമുക്കത് എല്ലാം ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ് അവർ ആ ഒരു കളർ കോഡ് തന്നിരുന്നത്. അതേസമയം നമ്മൾ പുതിയത് എടുത്തിരിക്കുന്ന കൂളർ മാസ്റ്ററിൻ്റെ പവർ സപ്ലൈയുടെ വയറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഫുള്ള് ബ്ലാക്ക് ഫാക്റ്റ് കേബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് വയർ രൂപത്തിലാണ്. ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുള്ള് വയർ. ഇത് നോക്കി ഫാറ്റ് കേബിളിൻ്റെ രൂപത്തിലാണ് പുതിയ കൂളർ മാസ്റ്ററിൻ്റെ പവർ സപ്ലൈ തന്നിരിക്കുന്നത്. നമുക്ക് ഫുള്ള് ബ്ലാക്ക് കളർ ഫാസ്റ്റ് കേബിൾസ് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈയുടെ കേബിൾസ് എല്ലാം നമ്മൾ അഴിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഫുള്ള് ബ്ലാക്ക് കേബിൾസ് ആണ്. CUTZ എന്ന് പറയുന്ന സാറ്റ കേബിളാണ്. നമുക്ക് അറിയാം അതിൻ്റെ അകത്ത് 4 പോർട്ട് വരുന്നതാണ് MWE എന്ന് പറയുന്നത്. ഈ നേരത്തെ ഹാർഡ് ഡിസ്ക് കുത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കേബിളാണ്. അതിനുശേഷം നമുക്ക് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഫാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതേ തന്നെ കുത്തി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഇപ്പോൾ ഉള്ള നമ്മൾ ഹാർഡ് ഡിസ്കിന് ഉപയോഗിക്കുന്ന ഈ സാറ്റ കേബിളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഈ ഒരു ഇതിൻ്റെ കുത്തുന്ന ഒരു പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഹാർഡ് ഡിസ്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഏകദേശം ഒരു 3 എണ്ണം നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. MWEൻ്റെ ഈ ഒരു കേബിൾ ഉപയോഗിച്ച് 2 എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് 2, അതായത് മൊത്തം 6 ഹാർഡ് ഡിസ്ക് ഒരേ ടൈമിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന കേബിൾസ് ഒരേ രീതിക്ക് തന്നെ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. PCI പവർ സപ്ലൈ, അതായത് ഗ്രാഫിക്സ് കാർഡൊക്കെ കുത്താൻ വേണ്ടിയിട്ട് മൊത്തം 8 പിന്നിൻ്റെ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡൊക്കെ കുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിൻ ഉപയോഗിക്കുന്നത്. അതായത് 8 പിൻ കേബിളാണ്.
ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുത്തുന്ന പിൻ ഉപയോഗിച്ച് നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് 24 പിന്നിൻ്റെ മദർ ബോർഡിൻ്റെ കേബിളാണിത്. ഇതിലാണ് നമ്മൾ മദർ ബോർഡ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇത് നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ബാക്കിയുള്ള കേബിൾസ് എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് മദർ ബോർഡ് കണക്ട് ചെയ്യുന്ന കേബിൾസാണ് 24 പിന്നിൻ്റെ. ഇത് നമുക്ക് നമ്മുടെ PC ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ SMPS നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് SMPS ആദ്യം ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്യാം. അങ്ങനെ നമ്മുടെ SMPS ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കേബിൾസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് കുത്താൻ പോകുന്നത് മദർ ബോർഡിൻ്റെ പിന്നാണ്. നമുക്ക് മദർ ബോർഡിൻ്റെ പിന്ന് കണക്ട് ചെയ്യാനായിട്ട് 24 പിന്നിൻ്റെ കേബിളാണ്. അത് നമുക്ക് ഇതിൻ്റെ ഇടവഴി എടുത്ത് നമുക്ക് മദർ ബോർഡുമായിട്ട് ആദ്യം കണക്ട് ചെയ്യാം. ലോക്ക് കറക്റ്റ് വീണിട്ടുണ്ടോ എന്ന് നോക്കാം. ലോക്ക് കറക്റ്റ് വീണാലേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഓക്കെ, നമ്മൾ മദർ ബോർഡിൻ്റെ കേബിൾ കണക്ട് ചെയ്തു. ഇത് CPU-ൻ്റെ പിന്നാണ്. ഇത് 8 പിന്നാണ് വരുന്നത്. അത് മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ CPU-ൻ്റെ ഇത് പിന്നെ നമ്മൾ കുത്തി അതും ലോക്കായിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ PC-യിൽ കുറേ RGB ലൈറ്റും ഫാനും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോലക്സിൻ്റെ കേബിൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെയുള്ളത് സേറ്റ കേബിളാണ്. ഇത് നമ്മുടെ SSD-ക്കും ഹാർഡ് ഡിസ്കിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ്. ഫുൾ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് SSD-യിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് SSD-യും ഹാർഡ് ഡിസ്കും എല്ലാം ഈ ഒരു കേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്ക് SSD-യുടെ ഇത് കേബിൾ കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ SMPS കണക്ട് ചെയ്ത് നമ്മുടെ PC ഓൺ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ RGB ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്. നമ്മളതെല്ലാം കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് ശകലം ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു വണ്ടിയുടെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ PC ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പവർ സപ്ലൈ നമ്മുടെ PC ആയിട്ട് കണക്ട് ചെയ്യുന്നത്. എല്ലാ കേബിൾസും എല്ലാം ആയിട്ട് നമുക്ക് ആ ഒരു പിന്ന് വെച്ചിട്ടാണ് നമ്മുടെ പവർ സപ്ലൈയിലോട്ട് എങ്ങനെയാണ് ഓരോ കേബിളിൻ്റെ ഇത് നമ്മൾ അറിയുന്നത്. അങ്ങനെ നമ്മുടെ PC നമ്മൾ റെഡിയാക്കി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.